ഡൽഹി സ്ഫോടനക്കേസിൽ അന്വേഷണ നിഴലിലാവുകയാണ് ഹരിയാനയിലെ അൽ ഫലാഹ് സർവകലാശാല. സർവകലാശാലയുടെ ഡൽഹി ഓഫീസിൽ ഹരിയാന പോലീസ് പരിശോധന നടത്തി ഫണ്ടിംഗ് അന്വേഷിക്കാൻ ഇഡി കൂടിയെത്തും. സർവകലാശാലയ്ക്ക് അംഗീകാരം ഇല്ലെന്ന് കാട്ടി നാക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഭീകര പരീക്ഷണം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർവകലാശാലയിലെ ലാബ് അന്വേഷണ സംഘം സീൽ ചെയ്തു. അൽ ഫലാഹ് സർവകലാശാലയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതിസന്ധിയാക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നാക്ക് തന്നെ സർവകലാശാലയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചാരണം നടത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചാണ്. നാക്കിൻ്റെ അംഗീകാരം ഒരു തരത്തിലും ആ സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നില്ല. 2 സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്നു. അത് പക്ഷേ 5 വർഷ കാലാവധിയായിരുന്നു. അത് കഴിഞ്ഞിട്ടും എത്രയോ കാലമായി. ഇപ്പോഴും പല പരസ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് അഡ്മിഷൻ ആവശ്യങ്ങൾക്കും വേണ്ടി ഇവരിപ്പോഴും ഇത്തരത്തിൽ നാക്ക് അംഗീകാരം ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് പരത്തുന്നു. അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഈ സർവകലാശാലയുടെ സ്ഥാപകൻ നടത്തി എന്നുള്ള കാര്യം അത് 2020 അതിന് മുൻപത്തെ കാലഘട്ടത്തിലും നടന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇഡി അന്വേഷണം ഉണ്ടാകാൻ പോകുന്നു. ഇഡിയുടെ ഈ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ അബ്നോർമാലിറ്റീസ് അന്വേഷിക്കുന്ന സംഘങ്ങൾ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ പോകുന്നത്. ഡൽഹിയിലെ ഓഖ്ലയിലെ ഓഫീസിലും പോലീസ് എത്തി പരിശോധന റെയ്ഡ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിനോടൊപ്പം തന്നെയാണ് ഈ സർവകലാശാല പരിസരത്ത് തന്നെയുള്ള ഒരു പള്ളിയിലെ ഇമാം മൗലവി ഇഷ്തിയാഖിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. അയാൾ ഈ സംഘത്തിന് നേരിട്ട് ബന്ധമുള്ളയാളാണ്, സഹായങ്ങൾ ചെയ്തു നൽകുകയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ഇന്നലെ തന്നെ പോലീസ് നൽകിയാണ്. അയാളെ ജമ്മുവിൽ എത്തിച്ചപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീട്ടിലായിരുന്നു. അതായത് ഇയാളുടെ വീടാണ് ഈ മുസമിൽ എന്ന് പറയുന്ന ഡോക്ടർ വാടകയ്ക്കെടുത്തത്. അതിനകത്ത് നിന്നാണ് 2600-ലധികം കിലോ വരുന്ന അമോണിയം നൈട്രേറ്റും ആയുധങ്ങളും എല്ലാം തന്നെ പിടികൂടിയിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അൽ ഫലാഹ് സർവകലാശാല ഒരു ഹോട്ട്സ്പോട്ടാണ്, ഭീകരവാദത്തിൻ്റെ ഹേവണാണ്. അതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടക്കുമൊപ്പം പലവരെയും ഇന്ന് രാവിലെ തന്നെ 2 വിദ്യാർത്ഥികളെ അതിനകത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരം വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതുപോലെ ഈ ഡോക്ടർമാരുടെ സഹപ്രവർത്തകരെ സംബന്ധിച്ചും അവിടെ ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസിൽ നിന്നും അതുപോലെ അന്വേഷണ സംഘങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.